ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെയും ഖത്തറിനെതിരെ നടന്ന ആക്രമണത്തിനെതിരെയും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ച LDF തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ സദസ്സ് കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിലും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു. ടാഗോർ ഹാളിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് ഹമീദ് ദർവേഷ് പങ്കെടുത്തു. ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, ഖത്തറിനെതിരെ നടത്തിയ ആക്രമണം, ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് LDF തിരുവനന്തപുരത്ത് ഉയർത്തിയത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇസ്രായേലിനെ അമേരിക്ക ഉപയോഗിക്കുന്നു. ഇസ്രായേലിനെ ഉപയോഗിച്ച് പാലസ്തീൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാക്കാനും ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാനുമുള്ള അത്യന്തം ഹീനമായ നടപടിയാണ് അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണ് ഇതിന്റെ ഉത്തരവാദി. ഫലസ്തീനിൽ സാധാരണക്കാരായ നിരപരാധികളെ കൊന്നൊടുക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. പട്ടിണി കിടക്കുന്ന ആളുകളെ ഇസ്രായേൽ കൊല്ലുന്നു. ഫലസ്തീനിൽ നടക്കുന്നത് നിരപരാധികളായ ജനങ്ങളെ, പാവപ്പെട്ട സ്ത്രീകളെയും പിഞ്ചു പൈതങ്ങളെയും വെടിവെച്ച് കൊല്ലുകയാണ്. വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിനകത്ത് താമസിക്കുമ്പോൾ പാതിരാത്രിയിൽ ആകാശത്ത് നിന്ന് ബോംബുകൾ വർഷിച്ചുകൊണ്ട് നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിലും തലസ്ഥാനത്ത് ഫലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന പരിപാടിയിലും നിരവധി പേരെത്തി. മന്ത്രി KN ബാലഗോപാലും അംബാസിഡർ അബ്ദുള്ള അബു ഷവേഷും ഫലസ്തീൻ പതാകയിലുള്ള ബലൂണും പട്ടവും ആകാശത്തേക്ക് പറത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഖൈഡ് റൈസ് സോവിൽ പലസ്തീൻ എന്ന ആലേഖനം ചെയ്ത പട്ടമാണ് പറത്തിയത്. ഫലസ്തീൻ നേരിടുന്ന പ്രൊപ്പഗൻഡ വാർ നേരിട്ടുള്ള യുദ്ധം പോലെ തന്നെ ഭീകരമാണെന്ന് ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷവേഷ് പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.